ഹലോ എവരിവൺ, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പാട്ടുകാരൻ കെസ്റ്ററിനെ കുറിച്ചുള്ള അനുഭവങ്ങളാണ് നമ്മൾ പങ്കുവച്ചുകൊണ്ടിരുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കെസ്റ്റർ സാർ നമുക്ക് വേണ്ടി ആലപിച്ചിട്ടുള്ള ആ ഗാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മളെല്ലാവരും പാട്ട് കേൾക്കുന്ന ആളുകളാണ്. നമ്മളെല്ലാവരും ഒരുപാട് ഗാനങ്ങൾ കേൾക്കുന്ന ആളുകളാണ്. ഒരുപാട് ഗായകന്മാരുടെ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ കേൾക്കുന്ന ആളുകളാണ്. അത്തരത്തിൽ കെസ്റ്റർ സാറിൻ്റെ ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ കേട്ടിട്ടില്ലാത്തവരും കേട്ടുള്ളവരും ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകും. അതിൽ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുക എന്ന ഗാനം. വളരെ ഗംഭീരമായിട്ട് കെസ്റ്റർ സാർ അത് ആലപിച്ചിട്ടുണ്ട്. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുക ആ ഒരു ഗാനം നമ്മളെല്ലാവരും കേൾക്കാറുള്ളതാണ്. ഞാൻ ഉൾപ്പെടെ നിങ്ങളുൾപ്പെടെ എല്ലാവരും കേൾക്കുന്ന ഒരു പാട്ടാണ്. അതിലുപരി സിനിമാ ഗാനങ്ങളും പാടിയിട്ടുണ്ട്, പക്ഷെ സിനിമാ ഗാനങ്ങൾ കുറവാണ്. അതുകൂടാതെ കെസ്റ്റർ സാർ ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഭൂരിഭാഗം നമ്മൾ കേൾക്കുന്നത്. ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഇറങ്ങിയിട്ടുള്ള ഗാനങ്ങൾ. ദുഃഖിതരെ പീഡിതരെ എന്ന് പറയുന്ന ഗാനം ശരിക്കും അദ്ദേഹമല്ല പാടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലും അദ്ദേഹം കവർ സോങ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് വേണ്ടി ധാരാളം ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശൈലിയിൽ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മറ്റൊരു ഗാനമാണ് ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്ന്. ഏറ്റവും പ്രശസ്തമായ പാട്ടാണ്. നമ്മളെല്ലാവരും ആസ്വദിച്ച് കേട്ടിരിക്കാൻ പറ്റുന്നൊരു ഗാനമാണ് ഒന്നുമില്ലായ്മയിൽ എന്ന ഗാനം. പിന്നെ അദ്ദേഹം ആലോചിച്ചിട്ടുള്ളത് നമ്മുടെ ഇന്നയോളം എന്നെ എന്ന് പറയുന്ന ഗാനം. വളരെ ഗംഭീരമായ ഗാനമാണത്. ഇന്നയോളം എന്നെ എന്ന് പറയുന്ന ഗാനം. ഇന്നയോളം എന്നെ എന്ന് പറയുന്ന ഗാനം നമ്മൾ എത്ര കേട്ടാലും മതിവരാത്തൊരു പാട്ടാണ്. കെസ്റ്ററിൻ്റെ ഏറ്റവും പ്രശസ്തമായ ഗാനങ്ങളിൽ ഒന്നാണ് ഇന്നയോളം എന്നെ നടത്തി എന്ന ഗാനം. അദ്ദേഹം ഒരു ഷോർട്ട് വീഡിയോയിൽ മനോഹരമായിട്ട് ആകാശമായവളെ എന്ന സിനിമാ ഗാനം, ഇതിൻ്റെ ഷോർട്ട് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ പാടി ഇറക്കിയിട്ടുണ്ട്. ശരിക്കും അത് അദ്ദേഹം അല്ല പാടിയിരിക്കുന്നത്, വേറെ ഗായകനാണ് പാടിയിരിക്കുന്നത്. വളരെ ഗംഭീരമായ ഗാനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഗാനങ്ങൾ. അതുകൂടാതെ കെസ്റ്റർ തന്നെ ആലപിച്ച അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലിറങ്ങിയ ഈശ്വരനെ തേടി ഞാൻ നടന്നു. അത് ശരിക്കും കെസ്റ്റർ അല്ല പാടിയിരുന്നത്, യേശുദാസിൻ്റെ ശബ്ദത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അത് കെസ്റ്ററിൻ്റെ ശബ്ദത്തിലും ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ തുടങ്ങിയ ഗാനങ്ങൾ. പിന്നെ ദുഃഖത്തിൻ്റെ പാനപാത്രം എന്ന ഒരു ഗാനം നമുക്ക് വേണ്ടി കെസ്റ്റർ സാർ ആലപിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായ ഗാനമാണത്. നമ്മളെല്ലാവരും ആസ്വദിച്ച് കേട്ടിരിക്കുന്ന ഗാനമാണത്. നമുക്ക് വേണ്ടി കെസ്റ്റർ സാർ വളരെ വളരെ ഗംഭീരമായി തന്നെ ആ ഗാനം ആലപിച്ചു. പിന്നെ കുറേ ഗാനങ്ങൾ നമ്മൾ ബലിയർപ്പണ ഗാനങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ യാഗവേദിയിൽ എന്ന് പറയുന്ന ഗാനം അദ്ദേഹം ആലോചിച്ചിട്ടുണ്ട്. പിന്നെ യേശുവിൻ അമ്മേ മാതാവേ എന്ന് പറയുന്ന ഗാനം, അത് ഗംഭീരമായി തന്നെ കെസ്റ്റർ സാർ ആലപിച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് ഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെ ആയിട്ടുള്ള സംഭാവനകൾ നമുക്ക് സംഭാവന ചെയ്ത് ഒരുപാട് ഗാനങ്ങൾ ക്രിസ്തീയ ഭക്തിഗാനങ്ങളുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ ഗാനങ്ങളെന്ന് പറയുന്നത്
യഹോവ ഈരെ ദാതാവാം ദൈവം എന്ന് പറയുന്ന ഗാനം. അത് വളരെ നല്ലൊരു ഗാനമാണ്, വളരെ പ്രശസ്തമായ ഗാനമാണ്. യഹോവ ഈരെ ദാതാവാം ദൈവം. അടുത്തൊരു ഗാനം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സൂപ്പർ ഹിറ്റായിട്ടുള്ള പാട്ടെന്ന് പറയുന്നത് അതിരുകളില്ലാത്ത സ്നേഹം എന്ന് പറയുന്ന ഗാനം. അതും അദ്ദേഹം ആലപിച്ചിട്ടുണ്ട്. പിന്നെ പെറ്റമ്മ മറന്നാലും, അങ്ങനത്തെ കുറേ സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ. പിന്നെ അദ്ദേഹം ആലപിച്ചിട്ടുള്ള അടുത്ത ഗാനം നോക്കാം. അദ്ദേഹം ആലപിച്ചിട്ടുള്ള അടുത്ത ഗാനങ്ങളെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും പരിചിതമായ ഒരു ഗാനമാണ്. ഇസ്രായേലെ സ്തുതിച്ചിടുക എന്ന് പറയുന്ന ഗാനം. പിന്നെ നല്ല മാതാവേ മരിയെ എന്ന് തുടങ്ങുന്നൊരു ഗാനം, അത് അദ്ദേഹം ആലോചിച്ചിട്ടുണ്ട്. പിന്നെ യേശു വിളിക്കുന്നു എന്ന് പറയുന്നൊരു ഗാനമുണ്ട്. അങ്ങനത്തെ കുറേ ഗാനങ്ങൾ അദ്ദേഹം നമുക്ക് വേണ്ടി സംഭാവന ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ അദ്ദേഹത്തിൻ്റെത് ഇപ്പോഴും ലോകമെമ്പാടും നാം കേൾക്കുന്നു. അപ്പോൾ കെസ്റ്റർ സാറിൻ്റെ ഗാനങ്ങൾ ഇനിയുമുണ്ട്. അടുത്തൊരു ഗാനമെന്ന് പറയുന്നത് നമുക്ക് കെസ്റ്റർ സാറിൻ്റെ ഒരു ഗാനം കൂടി നമുക്ക് നോക്കാം. കെസ്റ്റർ സാർ പാടിയ ഏറ്റവും മികച്ച ഒരു ഗാനമാണ് ദിവ്യകാരുണ്യമേ ബലിവേദി എന്ന് പറയുന്ന ഒരു ഗാനം. അങ്ങനത്തെ മികച്ച ഗാനങ്ങൾ നമുക്ക് വേണ്ടി കെസ്റ്റർ സാർ ആലപിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നമ്മുടെ ഇൻസ്റ്റ ID ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. അതുവരെ എല്ലാവർക്കും ബൈ.